വ്യക്തമാകുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. 6 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇന്ന് ആമിക്ക് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആമിക്ക് ലഞ്ചൊക്കെ കൊടുത്തു വിട്ട് അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് നോക്കിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബാൽക്കണി ഗാർഡനിലാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസത്തെ 2-3 ആഴ്ചത്തെ മഴയ്ക്ക് ശേഷം ഇപ്പം നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്കാണ് ഞാനൊന്ന് നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്തേ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് മറ്റേ ടേർട്ടിൽ വൈനിൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് പർപ്പിൾ ഹേർട്ടിൻ്റെ തണ്ടുകൾ ഇങ്ങനെ ഒടിച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വളർന്ന് നിൽക്കാനായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി പോട്ട്സുകൾ എനിക്ക് മേടിച്ച് ബാൽക്കണിയിൽ മേലോട്ടൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിനി സൗകര്യം പോലെ ചെയ്യണം. എപ്പോഴും ഓർക്കും ഈ ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടികളെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്ന്. മെയിനായിട്ട് മഴ ക്ലൈമറ്റ് തുടങ്ങിയാലാണ് നന്നായിട്ട് ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടികൾ വളർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരാനായിട്ട്. സൺലൈറ്റ് ആവശ്യത്തിന് കിട്ടുമെങ്കിലും ഈ വെയിൽ വരുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് ചൂട് പിടിച്ചിട്ട് കരിഞ്ഞൊക്കെ പോവും. പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലൈമറ്റ് മാറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഈ മഴയുടെ ഒരു ഇത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വന്നത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെയാണെന്ന്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകുന്നത് നല്ലതാണെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും സന്തോഷം മാത്രമായിട്ട് ഇരുന്നാലും ജീവിതത്തിൽ നമ്മൾ ദുഃഖവും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം അല്ലേ. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകുമ്പോഴാണല്ലോ നമ്മുടെ ലൈഫ് പൂർണ്ണതയിലെത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മേലെ വന്നിട്ട് തുണികളെല്ലാം കഴുകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മഴയായ കാരണം കൊണ്ട് ഒരു തുണികളും കഴുകിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. അങ്ങനെ പിന്നെ എല്ലാം കൂടി കൊണ്ടുവന്ന് 2-3 ട്രിപ്പായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി കുറേ തവണ ഉണങ്ങുന്നതിനനുസരിച്ച് എടുത്ത് മാറ്റി വിരിച്ച് അങ്ങനെയൊക്കെ കുറേ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാൻ കഴുകി എടുത്തത് തുണികൾ. എനിക്ക് തോന്നുന്നു നാട്ടിലും ഇതേ ക്ലൈമറ്റ് തന്നെയാണല്ലേ. വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. വെയിൽ വരുന്നതിനനുസരിച്ചാണ് നാട്ടിലും അമ്മയൊക്കെ തുണികൾ ഉണക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ നമ്മുടെ ബാൽക്കണിയിൽ നന്നായിട്ട് പായൽ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമയും കൊണ്ട് ഞാൻ മേലോട്ട് പോകത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വെയിൽ വന്നത് കണ്ടിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കഴുകി ക്ലീൻ ചെയ്യാമെന്ന് കരുതി. മഴ പെയ്തതിനിടയിൽ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് നല്ലോണം പായലൊക്കെ ഒന്ന് ചുരണ്ടി ഇളക്കിയായിരുന്നു കേട്ടോ. വേറൊരു ബ്രഷ് ഉണ്ടായിരുന്നേ, അത് വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വെയിൽ വന്നതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മഴവെള്ളത്തിനകത്ത് കിടന്നിട്ട് അങ്ങനെ ആകെ നാശമായി ബാൽക്കണി. അപ്പം ഞാൻ മിക്കവാറും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ രാവിലെയൊക്കെ വിളക്ക് വയ്ക്കുന്നത് കൊണ്ട് തലേ ദിവസം തന്നെ ഇങ്ങനെ കഴുകി ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. അങ്ങനെ ഇന്ന ദിവസമൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് അങ്ങനെ ദിവസമൊന്നും നോക്കാറില്ല. എപ്പോഴാണോ അഴുക്ക് കൂടുതലാകുന്നത് അതിനനുസരിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് ഇടും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം അല്ലെങ്കിൽ മുൻവശമൊക്കെ കുറച്ച് നല്ല നീറ്റായിട്ട് ഇട്ടേക്കണമെന്ന് പണ്ട് തൊട്ടേ അമ്മയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് അഴുക്കും ചവറും ഒന്നും ഉണ്ടാക്കി ഇടാൻ പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ താഴോട്ടേക്ക് കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴേന്ന് അവർ അങ്ങോട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇട്ടോളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 2-3 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ഈ സ്റ്റെപ്പ് മുഴുവനും കഴുകി ഇറക്കുമ്പോഴത്തേക്കാണ് ക്ലീൻ ആവത്തുള്ളൂ. അപ്പം എനിക്കും ഒരു എക്സസൈസ് ആണിത്. പിന്നെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. വെയിലുള്ളപ്പോഴേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. മഴയത്ത് ചെയ്യത്തില്ല. മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സെൽഫ് കെയറും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ്. അപ്പോൾ കുറേ നാളായല്ലോ നമ്മുടെ സെൽഫ് കെയർ ചെയ്തിട്ട്. മാത്രമല്ല നമ്മുടെ ഈ വർഷം കഴിയാറാവുന്നുണ്ട്, 2025 കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെയും മാറ്റി വയ്ക്കാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
കാണണം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കമൻസിലൂടെ അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്നത് എനിക്ക് ഈ 2-3 ദിവസം മുന്നേ വന്നിട്ടുള്ള 1-2 കമൻസ് ആണ്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് ക്ലീനിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇപ്പോഴും ആൾക്കാർ പഴയതൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ക്ലീനിങ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഒരു ഹോം മേക്കറാണ്. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം ക്ലീനിങ് തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞതാണ്. ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മതി. 300ഓളം വീഡിയോസ് നമ്മൾ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ ഈ ഡസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിപ്പോൾ സ്പീഡ് മോഷനിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഫാസ്റ്റായിട്ട് തോന്നുന്നത് വീഡിയോ. അപ്പം ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഈ ബ്രഷ് വെച്ചിട്ട് ഡസ്റ്റിങ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല ഉപകാരമുള്ള ബ്രഷാണ്. കാരണം നല്ലോണം നമുക്ക് ലെങ്ത് കൂട്ടാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നല്ലപോലെ ഡസ്റ്റും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡസ്റ്റർ ഉള്ളത് കൊണ്ട് ഞാൻ മിക്ക ദിവസവും ഒരു 2-3 ദിവസത്തിലൊരിക്കൽ തന്നെ ഇങ്ങനെ ഡസ്റ്റിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ റൂമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മുടെ വീട്ടിലെ റൂമുകൾക്കനുസരിച്ച് 3 ദിവസം വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ റൂമുകൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഡസ്റ്റ് ചെയ്ത് ഇട്ടാൽ തന്നെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ എനിക്ക് ദീപാവലിയുടെ ആ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മന്ത്ലി ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫാന് ക്ലീൻ ചെയ്യാൻ പറ്റുമേ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഷ് ഒന്ന് വളച്ച് വെച്ചിട്ട് സ്ലോ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനാണെങ്കിൽ ഈ ഫാനിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ലീഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ് കേട്ടോ ഇത് വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോഴുണ്ടല്ലോ എപ്പോഴും നല്ല മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിലായിരിക്കും ഞാൻ വീഡിയോയ്ക്കുള്ള പുതിയ അടുത്ത വീഡിയോയിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കാറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു സെൽഫ് കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വെറുതെ പുറത്ത് നമ്മളിങ്ങനെ പുറമോടി കാണിച്ച് ഒരുങ്ങി നടക്കുന്നത് മാത്രമല്ല കേട്ടോ. നമ്മുടെ ഇന്നർ പീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് സെൽഫ് കെയറിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ സെൽഫ്, അതായത് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എത്ര തിരക്കുള്ള ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും എന്താണെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സമാധാനമാണല്ലേ. അപ്പം സമാധാനം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ തന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെ ഇതാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. ഞാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ സംസാരിക്കാനും ഞാനങ്ങനെ പോകത്തില്ല. അതിനുള്ള സമയം എനിക്കില്ല എന്നുള്ളതാണ് സത്യം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിനൊന്നും സമയം കിട്ടത്തേയില്ല കേട്ടോ. നമ്മൾ എപ്പോഴും വീടിനെ എത്രത്തോളം മനോഹരമാക്കി വെക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. നിങ്ങളുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം എന്നെപ്പോലെ കുറേ പേരൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് ഈ സോഫയിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയി. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ഒരു ചേഞ്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വ്യത്യാസം തോന്നി കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കണമെന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ, നിങ്ങളൊരു കോർണറിൽ ഒരു ചെറിയൊരു ഫ്ലവർ വൈസ് എടുത്ത് വെച്ചാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന ചെയറിനെ പൊസിഷൻ മാറ്റി ഇട്ടാലും മതി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ വീട്ടമ്മമാർ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരായ കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഒരേ കാര്യം കണ്ട് നമുക്ക് ഒരുപാട് ബോറടിക്കും. പക്ഷെ നമുക്കറിയത്തില്ല എന്താണ് നമ്മുടെ ബോറടിയുടെ കാരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു വിഷമം തോന്നിയെന്ന്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ആയി. അത്
എനിക്ക് പലപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ക്ലീനിങ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യുന്നത് പോലെയാണെന്നാണ് ജാപ്പനീസുകാരൊക്കെ പറയുന്നത്. അവരുടെ ഒത്തിരി ക്ലീനിങ് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആ വീട്ടമ്മയുടെ മാനസികമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവിടെ കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി തവണ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട് മൊത്തത്തിലൊന്ന് ഡസ്റ്റിങ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലല്ല, നമ്മുടെ ലിവിങ് റൂം മൊത്തത്തിലൊന്ന് ഞാൻ ഡസ്റ്റിങ് ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലുള്ള ഇതൊക്കെ മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 1-2 തവണയായിട്ടാണ് തുണികൾ കഴുകാനായിട്ട് പോയത്. ഇന്ന് എല്ലാം കൊണ്ടും ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പിന്നെ നമ്മുടെ ചവിട്ടുമെത്തയും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. കഴുകുന്നില്ല, വെയിലത്തൊന്നും ഇട്ടതേ ഉള്ളേ. പിന്നെ നോക്കിയേ, മഴ പെയ്തപ്പോഴത്തേക്കും നല്ലോണം ഉറുമ്പിന്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുന്നേ കുറേ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്പ്രേയെ പറ്റി. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പ്രേ ബോട്ടിലിന്റെ സ്പ്രേ നല്ലോണം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉറുമ്പുകളെല്ലാം ചത്തുപോകും. പിന്നെ കുറേ നാളത്തേക്ക് ഈ സൈഡിലേക്ക് ഉറുമ്പ് വരത്തേ ഇല്ല കേട്ടോ. അപ്പം എനിക്കിത് നല്ലപോലെ വർക്കൗട്ട് ആയൊരു സാധനമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് മേടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ ചെയ്തതിന് ശേഷം എന്നോട് കുറേ നാളുകൾക്ക് മുന്നേ, 1 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ, ചിപ്പി സുനിൽ എന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ ത്രെഡിങ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചായിരുന്നേ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഞാനും യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. ഞാൻ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂലുണ്ടല്ലോ, സാധാരണ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ നമ്മുടെ 2 കൈയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കാൻ തക്ക വണ്ണത്തിൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഓരോ പുരുകവും ത്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ആദ്യമേ തന്നെ ഫേസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്യണം. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ഇങ്ങനെ ഓരോ മുടിയായിട്ട് താഴത്തെ പോർഷനിൽ നിന്നാണ് ഞാൻ ആദ്യം ഇങ്ങനെ ത്രെഡ് ചെയ്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ത്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ത്രെഡ് ചെയ്തെടുക്കാനായിട്ട്. അതായത് മുടി ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പതിയെ പതിയെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ സ്പീഡ് മോഷനിൽ ഇട്ടേക്കുന്നതാണ് വീഡിയോയുടെ ലെങ്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഓരോ മുടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുക. അപ്പം ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു കംഫർട്ട് ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് നല്ല പോലെ ഒന്ന് നമ്മൾ താഴത്തെ ഭാഗം മാത്രം ഒന്ന് ത്രെഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മേലത്തെ പോർഷൻ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അലോവേറ ജെല്ലാണ് തേച്ച് കൊടുക്കുന്നത്. മേലത്തെ പോർഷൻ ഞാൻ എപ്പോഴും കാർമസിയുടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഷേവ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. മേലത്തെ പോർഷൻ ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്ത് എടുക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കത്തിൽ പറ്റത്തില്ല കേട്ടോ. നമ്മൾ കാലിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെയിൻ ആയിരിക്കും ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ആകുമ്പോഴത്തേക്കും പ്രാക്ടീസിലൂടെയാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ഏകദേശം 1-1.5 വർഷം കൊണ്ട് പഠിച്ചിട്ടാണ് ഇത് ത്രെഡിങ് ചെയ്യാനായിട്ട് പഠിച്ചത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, മേലത്തെ സൈഡിൽ നിന്ന് നമ്മൾ മേലേന്ന് താഴോട്ടാണ് ഹെയർ ഗ്രോത്തിന്റെ സെയിം ഡയറക്ഷനിൽ വേണം നമ്മൾ എപ്പോഴും ഈ ഷേവിങ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. ത്രെഡിങ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാവും. നമ്മൾ ഷേവിങ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവും. വല്ലാത്ത ഒരു കാട് പിടിച്ച പോലെ ഇങ്ങനെ മുടികൾ ഇങ്ങനെ വളരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് മേലേന്ന് താഴോട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാർമസിന്റെ ബ്ലേഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഒത്തിരി തവണ ആലോചിച്ച് കുറേ തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഈ ബ്ലേഡൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. ഞാൻ 3 വരുന്ന ഒരു സെറ്റാണ് എടുത്തത്. ഒരു 200 രൂപയ്ക്കുള്ളിലേ ആയിട്ടുള്ള കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോവേറ ജെല്ല് നിങ്ങൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഷേവിങ് ചെയ്യാനായിട്ട്. നമ്മൾ കാർമസിയുടെ ഇത് മേടിച്ചപ്പോഴത്തേക്ക് അതിനോടൊപ്പം ഒരു അലോവേറയും കുക്കുംബറും കൂടെ ചേർന്നിട്ടുള്ളൊരു ജെല്ലി കിട്ടിയായിരുന്നേ. പക്ഷെ അത് അങ്ങോട്ട് തീർന്നു പോയി. പിന്നെ ഞാൻ ബഞ്ചാരാസിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോയിൽ അത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് സ്ക്രാച്ചസ് വീഴും, മുഖമൊക്കെ മുറിയും. അപ്പോൾ അതുകൊണ്ട് വളരെ സാവധാനം പയ്യെ പയ്യെ ചെയ്താൽ മതി. പിന്നെ എനിക്ക് അപ്പർ ലിപ്പും ലോവർ ലിപ്പിലും നല്ലപോലെ ആ ഒരു സൈഡിൽ ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഷേവിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ശരിക്കും അധികം അങ്ങനെ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തത്. ഞാൻ ഒത്തിരി പേടിച്ചിട്ടാണ് ഈ ഒരു ബ്ലേഡ് മേടിച്ചത് കേട്ടോ. പക്ഷേ ഇത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലായ കാരണം കൊണ്ട് നമ്മുടെ കയ്യിലോ കാലിലോ ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം. ആദ്യം നിങ്ങളുടെ കാലിൽ കുറച്ച് രോമം ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ, ഈ ബ്രഷ് വെച്ചിട്ട് അലോവേറ ജെല്ല് അപ്ലൈ ചെയ്തിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ പാർലറിൽ പോയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഇത് ഒട്ടും നിർബന്ധമില്ല, ഇതൊക്കെ ചെയ്താലേ ഭംഗി കിട്ടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓരോ തവണ ത്രെഡ് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്കിന്ന് ഡ്രൈ ആകാനായിട്ട് വിടാൻ പാടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ നിന്നും താഴെ നിന്നൊക്കെ നന്നായിട്ട് എടുത്തല്ലോ, ഇനി ഒരു ചെറിയൊരു ചെറിയ ഇതുള്ള ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് പുരുകത്തിൻ്റെ മേലോട്ട് നിൽക്കുന്ന പോർഷനിലുള്ള ആ ഒരു ഹെയർ മാത്രം നമ്മളൊന്ന് സിസർ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. പിന്നെ നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്ത് ചെറുതായിട്ട് തുടങ്ങുമ്പോഴേ പോയിട്ട് തനിയെ ചെയ്യരുത്. കുറച്ചൊന്ന് നന്നായിട്ട് വളർന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതിന് മുന്നേ 1 മാസം മുന്നേ തന്നെ പാർലറിൽ പോയി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ പുതിയ മുടികൾ വളരുന്ന സമയത്ത് അതിനോട് ചേർന്നാണല്ലോ വളരുന്നത്. അപ്പം നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഷേപ്പ് കിട്ടും. നമ്മളത് ചെയ്ത് പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം, വീട്ടിൽ തന്നെ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ നല്ലപോലെ മുഖത്ത് അലോവേറ ജെല്ലൊന്ന് അപ്ലൈ ചെയ്തിട്ടേക്കണം. പിന്നെ ഞാനിന്ന് ഒരു സ്ക്രബിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ഒരു ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പതിയെയാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ടൊമാറ്റോയുടെ നീരിങ്ങനെ നമ്മൾ സ്ക്യൂസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ഷുഗറുമായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വരും. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പുറത്തുനിന്നുള്ള ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് മാമ എർത്തിൻ്റെ മുൾട്ടാനി മിട്ടിയുടെ ഫേസ് പാക്ക് ഇരിപ്പുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ട് തന്നെ ഒത്തിരി നാളാവുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ തക്കാളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പം ഇന്ന് ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിന് ഒരു പീസ് തക്കാളിയിൽ കുറച്ച് ഷുഗർ എടുത്ത് കൊടുത്തിട്ട് പുള്ളിയോടും കൂടി ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം. മക്കൾക്ക് ചെയ്ത് കൊടുക്കണ്ട, നിങ്ങൾ മുതിർന്നവർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ആ തക്കാളിയുടെ സംഭവം മുഖത്തിട്ടിട്ട് നേരെ പോയിട്ട് പാത്രങ്ങളൊന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ജോലിക്കിടയിൽ ഇതുപോലെ ചെയ്താൽ മതി. ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് കിട്ടുന്ന സമയത്താണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൾ സ്കൂളിൽ പോയിട്ട് സമാധാനത്തിൽ എനിക്കിതൊക്കെ ചെയ്യാമല്ലോ. പിന്നെ മാത്രമല്ല, എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാനത് ആദ്യം ചെയ്യാത്തതിൻ്റെ കാരണം തന്നെ ഈ ഫേഷ്യലിൻ്റെ ഈ സംഭവം സ്ക്രബിങ് ചെയ്തിട്ട് കഴുകാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് അത് ഉണങ്ങുന്നതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും, ആ ടൈം വേസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ അതിന് മുന്നേ അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ഡസ്റ്റിങ് ചെയ്തെടുത്തത് ലിവിങ് റൂമൊക്കെ. അപ്പോൾ നമുക്ക് ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ മതി കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒക്കെ എടുക്കും. ഓരോരുത്തരുടെ ഫേസിൻ്റെ ഇത് ഡ്രൈനെസ് അനുസരിച്ചിരിക്കും കേട്ടോ. എനിക്കൊരു 15 മിനിറ്റോളം എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും നന്നായിട്ട് മുഖം ഒന്ന് കഴുകുന്നുണ്ട്. വെറും പച്ചവെള്ളത്തിലാണ് കഴുകേണ്ടത്. ഫേസിൽ നമ്മൾ സോപ്പോ മറ്റു ക്രീമോ ഒന്നും ഇടാൻ പാടില്ല. ഇത് കഴുകിയാൽ ഉടനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നൊരു ഗ്ലോ ആണ്. മാത്രമല്ല, നമ്മൾ ത്രെഡിങ്ങും കൂടി ചെയ്തത് കൊണ്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്ന എന്ത് സംഭവം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസിന് സ്യൂട്ടാവുന്ന ഒരു കാര്യം കാണിച്ചു തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഞാൻ വന്നിട്ട് ഒന്ന് മോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ചു വാരി ഇട്ടായിരുന്നു കേട്ടോ ഈ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം. അപ്പം ഞാനോർത്ത് എന്തായാലും ഇനിയിപ്പോൾ വന്നിട്ട് നല്ലോണം മോപ്പ് ചെയ്ത് എടുക്കാമെന്ന്. കുറച്ച് ദിവസമായി മഴയായ കാരണം കൊണ്ട് മോപ്പിംഗ് ഒന്നും ചെയ്യുന്നേ ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇന്ന് അതും കൂടി ചെയ്യാമെന്ന് കരുതി വീട് മൊത്തത്തിലൊന്ന് മോപ്പ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. വീടിനുള്ളിൽ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ മൂഡൊന്ന് ചേഞ്ച് ആവും അല്ലേ.
ഇതിനിടയിൽ തന്നെ ഞാൻ പോയിട്ട് തുണികൾ ഉണങ്ങിയതിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള തുണികൾ കൈകൊണ്ട് കഴുകാനുള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ദീപാവലിക്ക് നമ്മൾ ഇട്ട ഡ്രസ്സാണ്, ഇപ്പോഴാണ് കഴുകുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു. പിന്നെ കുറേ അധികം തുണികളുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴുകി. പിന്നെ ആമിയുടെ ഈ ഷൂ ഉണ്ടല്ലോ, അത് അവർക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇടേണ്ടത്. അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെയിൽ കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. പക്ഷെ അതേ സമയം തന്നെ ഈ വെയിൽ കാരണം എനിക്കിപ്പോൾ തലവേദനയും തുടങ്ങിയിട്ടുണ്ട്. മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വരുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ കോട്ടക്കിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഷാമ്പു ആണ്. ഞാനും ആമിയും ഈ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഹസ്ബൻഡ് മാമ എർത്തിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. പിന്നെ അതുപോലെ തന്നെ ഹെർബൽ ആണല്ലോ, അതുകൊണ്ടാണ് മേടിച്ചത്. അങ്ങനെ അതൊക്കെ തേച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോ റൈസാണ് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിൽ ടൊമാറ്റോ റൈസ് കാണിക്കുമെന്ന് ഐശ്വര്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വ്ളോഗിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ അത് കുരുക്ഷേത്രയുടെ സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 എപ്പിസോഡ് കണ്ടു. പിന്നെ ഓരോ ദിവസം ഓരോ എപ്പിസോഡ് വെച്ചിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബുക്കാണെന്ന് വായിക്കുന്നത് കേട്ടോ. കാളി എന്ന് പറഞ്ഞിട്ട് അശ്വതി ശ്രീകാന്തിൻ്റെ ബുക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് റീഡിംഗ് ഒക്കെ നിർത്തിയതാണ് കേട്ടോ. എനിക്ക് എന്തോ വായിക്കാനേ തോന്നുന്നില്ല. അങ്ങനെയാണല്ലോ, നമുക്ക് ചില സമയത്ത് അങ്ങനെ വായിക്കാനേ തോന്നത്തില്ലല്ലേ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബുക്കാണ്. 2 സ്റ്റോറി വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നല്ല ബുക്കാണ്. പിന്നെ ഇത് സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ സൺഡേ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്ത് പോയി. നമ്മുടെ ഇവിടുത്തെ വിജയ മാളിലാണ് പോയത്. അപ്പോൾ ഇവിടെ പലാസോ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കയറിയിരിക്കുന്നത് കേട്ടോ. രാവണപ്രഭു സിനിമ ഉണ്ടല്ലോ, അത് ഇങ്ങനെ റിലീസ് ചെയ്തായിരുന്നു. അങ്ങനെ വന്നതാണ്. എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളം സിനിമയ്ക്ക് ഇത്രയും ഓഡിയൻസ് റെസ്പോൺസ് ഒരു മാളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം എപ്പോൾ മാളിൽ വന്ന് സിനിമ കണ്ടാലും ഭയങ്കര സൈലന്റ് ആയിരിക്കും. എനിക്ക് ഇഷ്ടമേ ഇല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് രോഹിണി തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഹസ്ബൻഡ് വന്ന് നമുക്ക് ഇവിടെ വരാമെന്ന്, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഹൗസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ രാവണപ്രഭു റിലീസ് ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഹസ്ബൻഡ് പറ്റിച്ചിട്ട് ഞങ്ങൾ അന്ന് ഭാഷ സിനിമ കാണാനാണ് പോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഞാനതൊരു വ്ളോഗിൽ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഭാഷ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല. രജനീകാന്ത് ഫാനാണെന്നും പറയുന്നുണ്ടെങ്കിലും ഞാൻ പല സിനിമയും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ലാലേട്ടൻ്റെ ഈ സിനിമകളൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുതായിരുന്നപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നാട്ടിലങ്ങനെ ഞങ്ങൾ എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും തിയേറ്ററിലൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും വീട്ടിൽ തന്നെ ഇരുന്ന് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ ഇത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്കിത് സാധിച്ചു തന്നു. ശരിക്കും എനിക്ക് സിനിമ തുടങ്ങി ഈ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എനിക്ക് ഭയങ്കര ഞാനങ്ങോട്ട് ഇമോഷണലായി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഭ്രാന്തുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സിനിമകൾ എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. എൻ്റെ അതേ വൈബുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡും. പുള്ളിയും ഇതുപോലെയാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും നമ്മൾ രണ്ടുപേരും ഒരേ വൈബുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോയി, സിനിമ കണ്ടു. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ ജീവിതത്തിൽ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് സാധിച്ചു തന്നില്ലെങ്കിലും ഒരുപാട് നമ്മളെ കാത്തിരുന്നതിന് ശേഷം നമുക്ക് തരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ശരിക്കും അത് ഈ ഒരു കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തിയേറ്ററിൽ വന്ന് ഇതുപോലെ ലാലേട്ടൻ്റെ ഒരു സിനിമയെങ്കിലും ഫാൻസിനൊപ്പം കാണണമെന്നൊക്കെ. പക്ഷേ നാട്ടിലായിരുന്നപ്പോൾ സാധിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം 10-15 വർഷത്തിനിപ്പുറമാണ് എനിക്ക് സാധിച്ചത്. ശരിക്കും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് പറഞ്ഞത് ദൈവത്തോട്. സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ ഹസ്ബൻഡിനോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും പുള്ളി ഇങ്ങനൊരു വൈബ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലേ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും റിലീസ് കണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നാട്ടിൽ റിലീസായിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെന്നൈയിൽ റിലീസായത് കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എപ്പോഴാണ് റിലീസ് ആവുന്നതെന്ന്. അങ്ങനെ അവസാനം കാത്തിരുന്ന് സംഭവം വന്നപ്പോഴത്തേക്കും അടിപൊളിയായി. അന്നത്തെ ദിവസം
എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.